ഈശോയിലുള്ള പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബങ്ങളിലും നിറഞ്ഞൊഴുകട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പുതുവിദ്യാരംഭമായി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ മനോഹരമായ പ്രഭാതത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത് ഒരു മഹത്തായ തിരുനാൾ. സ്വർഗസൈന്യത്തിലെ ശക്തരായ പ്രധാന ദൂതന്മാരായ വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റപ്പായേൽ എന്നിവരുടെ തിരുനാൾ. അവരുടെ പേരുകൾ തന്നെ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മെ പഠിപ്പിക്കുന്നു. മിഖായേൽ, ദൈവത്തെപ്പോലെ ആരുമില്ല എന്ന സത്യത്തെ; ഗബ്രിയേൽ, ദൈവത്തിന്റെ ശക്തി എന്ന ശക്തിയെ; റപ്പായേൽ, ദൈവം രോഗശാന്തി നൽകുന്നു എന്ന കരുണയെ ഓർമ്മിപ്പിക്കുന്നു. സംരക്ഷണം, സദ്വാർത്ത, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന യേശുവിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. നമ്മുടെ ഏകാന്തതയിൽ പോലും നമ്മെ വിട്ടുമാറാത്ത ദൈവസാന്നിധ്യം ഉറപ്പിക്കുന്ന വാഗ്ദാനം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന സ്വർഗീയ ദർശനം കൂടിച്ചേർത്തു നോക്കുമ്പോൾ ദൈവം നമ്മുടെ വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ സ്വർഗസേനയെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് വേദനകളിലും പോരാട്ടങ്ങളിലും തനിച്ചാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോടൊപ്പമുണ്ട് എന്ന പ്രത്യാശയിൽ ഹൃദയം തുറക്കാം. ഇന്ന് ഒന്നാം വായനയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദാനിയേൽ 7-ാം അധ്യായത്തിലെ 9 മുതൽ 10 വരെയുമുള്ള വചനങ്ങളാണ്. അതിലൂടെ ദൈവത്തിന്റെ മഹത്വവും പ്രിയങ്ങളെ, ദാനിയേൽ പ്രവാചകൻ കണ്ട ഈ ദിവ്യദർശനം മനുഷ്യഹൃദയത്തെ ആഴത്തിൽ തൊടുന്ന ഒന്നാണ്. സിംഹാസനങ്ങൾ ഒരുക്കപ്പെട്ടപ്പോൾ പുരാതനനായവൻ എന്നു വിളിക്കപ്പെടുന്ന ദൈവപിതാവ് മഹത്വത്തോടെ തന്റെ സിംഹാസനത്തിലിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ മഞ്ഞുപോലുള്ള വെളുപ്പും തലമുടിയുടെ ആട്ടുരോമ പോലെയുള്ള നിർമ്മലതയും അവന്റെ പരിശുദ്ധിയും ശാശ്വതജ്ഞാനവും വെളിപ്പെടുത്തുന്നു. തീയുടെ ജ്വാലകളാൽ നിറഞ്ഞിരുന്ന ആ സിംഹാസനത്തിൽ നിന്ന് ഒരു ദീർഘ അഗ്നിനദി ഒഴുകി. അത് ദൈവത്തിന്റെ ശക്തിയുടെയും ന്യായവിധിയുടെയും അടയാളമായി തെളിഞ്ഞു. ആയിരങ്ങൾ കണക്കിന് ദൂതന്മാർ അവനെ ആരാധിക്കുകയും 10,000 കണക്കിന് സ്വർഗീയ സൈന്യം അവന്റെ മുമ്പിൽ നിന്നു സേവനം ചെയ്യുകയും ചെയ്തു. കോടതിയുടെ പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ചരിത്രം ആ ദർശനത്തിൽ മനുഷ്യപുത്രനെപ്പോലെ ഒരാൾ മേഘങ്ങളിൽ വരുന്നത് കണ്ടപ്പോൾ അവൻ പുരാതനനായവന്റെ സന്നിധിയിലെത്തിക്കപ്പെടുകയും അവന് മഹത്വവും ആധിപത്യവും രാജത്വവും സമ്മാനിക്കപ്പെടുകയും ചെയ്തു. എല്ലാ ജനങ്ങളും ഭാഷകളും രാജ്യങ്ങളും അവനെ ആരാധിച്ചു. അവന്റെ രാജത്വം ഒരിക്കലും ഇല്ലാതാകാത്ത ശാശ്വത രാജത്വമായി പ്രഖ്യാപിക്കപ്പെട്ടു. സഹോദരങ്ങളെ, പ്രവാസത്തിലും കഷ്ടപ്പാടുകളിലും ജീവിച്ചിരുന്ന ദൈവജനത്തിന് ഈ ദർശനം പ്രത്യാശയുടെ വിളക്കായിരുന്നു. ലോകത്തിലെ സാമ്രാജ്യങ്ങൾ ഭീകരമായ മൃഗങ്ങളെപ്പോലെ ഭയപ്പെടുത്തുമ്പോഴും അവയേക്കാൾ മഹത്തായ ദൈവസിംഹാസനം നിലനിൽക്കുന്നുവെന്ന സത്യത്തിൽ ആശ്വാസം ലഭിച്ചു. ഇന്നത്തെ തിരുനാളിൽ നാം ഓർക്കുന്ന ദൂതന്മാരും ഈ ദൈവീയ ഭരണത്തിന്റെ ഭാഗമാണെന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ പ്രിയങ്ങളെ, ദാനിയേൽ പ്രവാചകൻ കണ്ട ദർശനത്തിലെ ഏറ്റവും മനോഹരവും നിർണായകവുമായ ഭാഗം മേഘങ്ങളിൽ വരികയായിരുന്ന മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ എന്ന ദൃശ്യമാണ്. ഇതുതന്നെയാണ് നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായെക്കുറിച്ചുള്ള വ്യക്തമായ പ്രവചനമായി വെളിവാകുന്നത്. ശാശ്വതനായ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിന് എല്ലാ ആധിപത്യവും മഹത്വവും രാജ്യത്വവും നൽകുന്നു. ലോകത്തിലെ സാമ്രാജ്യങ്ങൾ ഒന്നിനൊന്നു തകരുമ്പോഴും ക്രിസ്തുവിന്റെ രാജത്വം ഒരിക്കലുമില്ലാതാകാത്ത ശാശ്വത രാജത്വമായി നിലനിൽക്കും. ഈ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നാൽ, ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ നമ്മെ ഹനുക്കുമ്പോഴും തിന്മയുടെ ശക്തികൾ ഭീകരമൃഗങ്ങളുപോലെ നമ്മെ ഭയപ്പെടുത്തുമ്പോഴും നാം ഓർക്കണം, എല്ലാറ്റിനും മുകളിലായി ഒരാശ്വാസം
അതാണ് ദാനിയേൽ പ്രവാചകൻ നമ്മെ ഉറപ്പിക്കുന്ന മഹത്തായ സത്യവും പ്രത്യാശയും. ഇതേ ചിന്തയെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 47 മുതൽ 51 വരെ നഥാനിയേലിനെയും യേശുവിനെയും കുറിച്ചുള്ള സംഭാഷണത്തിൽ യേശു അവന്റെ മനസ്സിന്റെ നിർമ്മലതയെ പ്രശംസിക്കുന്നു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന യേശുവിന്റെ വാക്ക് കേട്ട് നഥാനിയേൽ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, റബ്ബി, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിന്റെ രാജാവാണ്. യേശു മറുപടി നൽകുന്നു, നീ ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതിലും വലുതായ കാര്യങ്ങൾ നീ കാണും. സ്വർഗം തുറക്കപ്പെടുകയും. പ്രിയങ്ങളെ, വളരെ സാധാരണമായി തോന്നുമെങ്കിലും അതിന്റെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന അർത്ഥം അത്ഭുതകരമായ ഒരിടപെടലാണ് ഇന്നത്തെ വചനത്തിൽ കാണുന്നത്. ഇവിടെ 3 പ്രധാന വസ്തുതകൾ ശ്രദ്ധേയമാണ്: യേശുവിന്റെ ദൈവികമായ അറിവ്, നഥാനിയേലിന്റെ ഹൃദയത്തിന്റെ നിർമ്മലത, പിന്നെ യേശു നൽകിയ മഹത്തായ വാഗ്ദാനം. നിനക്ക് എന്നെ എങ്ങനെ അറിയാം എന്ന നഥാനിയേലിന്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി, നീ അത്തിമരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത് ഒരു സാധാരണമായ കാഴ്ചയല്ല. യഹൂദരുടെ പാരമ്പര്യത്തിൽ അത്തിമരത്തിന്റെ കീഴിലിരുന്നത് തിരുവെഴുത്തുകൾ പഠിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായിരുന്നു. ഒരുപക്ഷേ നഥാനിയേൽ അവിടെ മിശിഹായുടെ വരവിനായി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരിക്കാം, അല്ലെങ്കിൽ തന്റെ ലോകം നമ്മെ ശ്രദ്ധിക്കുന്നതിനു മുമ്പും നമ്മുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതിനു മുമ്പും നമ്മുടെ വേദനകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനു മുമ്പും തന്നെ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു, അറിയുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. ഇതു വ്യക്തമാക്കാൻ ഒരു ചെറുകഥ. ജോൺ എന്നൊരു യുവാവ് ഒരു വലിയ കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്തിരുന്നു. ആരും അധികം ശ്രദ്ധിക്കാത്ത അയാൾ തന്റെ ജോലിയെ ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ടിരുന്നു. വൈകുന്നേരങ്ങളിൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ജോൺ ഓഫീസിൽ തുടരുകയും ചെയ്യാനുള്ള കാര്യങ്ങൾ തീർക്കുകയും ചെയ്യും. ഒരിക്കൽ കമ്പനിയുടെ സിഇഒ വൈകിയിറങ്ങുമ്പോൾ ജോണിന്റെ മുറിയിൽ വെളിച്ചം കണ്ടു. അകത്ത് കയറിയപ്പോൾ ജോൺ ശ്രദ്ധാപൂർവം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. പ്രിയങ്ങളെ, കുറച്ച് നാളുകൾക്ക് ശേഷം വലിയൊരു പ്രോജക്റ്റിന്റെ ചുമതല ഏൽപ്പിക്കാൻ ഒരാളെ തിരഞ്ഞപ്പോൾ സിഇഒയുടെ മനസ്സിൽ തെളിഞ്ഞത് ജോണിന്റെ മുഖമായിരുന്നു. ആരും കാണുന്നില്ലെന്ന് കരുതി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, അവനാണ് ഈ ഉത്തരവാദിത്വത്തിന് യോജിച്ചത് എന്നു പറഞ്ഞു. നമ്മുടെ കർത്താവ് അതിലേറെ മഹത്വമുള്ളവനാണ്. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴം കാണുന്നവൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും കണ്ണുനീരും ഒരിക്കലും വെറുതെയാകുന്നില്ല. ദൈവം അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. യേശു നഥാനിയേലിനെക്കുറിച്ചു പറഞ്ഞ ആദ്യ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇതാ, കപടതയില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. കപടതയില്ലാത്ത ഹൃദയം അർത്ഥമാക്കുന്നത് ഉള്ളിലെന്താണോ പുറത്ത് അതുതന്നെ പ്രതിഫലിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവാനുഭവം സംഭവിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് കപടതയുടെ മുഖം മൂടി നീക്കണം. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനോ സമൂഹത്തിൽ നല്ല പേര് നേടാനോ വേണ്ടി നടക്കുന്ന ഭക്തിയല്ല ദൈവം തേടുന്നത്. ആരും കാണാത്ത സമയങ്ങളിൽ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എങ്ങനെയുണ്ടെന്ന് തന്നെയാണ് അവിടുന്ന് നോക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പോലും പുറമേ മനോഹരമായി കേൾക്കാമെങ്കിലും ഹൃദയം അതിൽ നിന്ന് ദൂരെയായിരിക്കും. എന്നാൽ ഒരു കുഞ്ഞിന്റെ ലാളിത്യത്തോടെ ഹൃദയത്തിൽ നിന്നുള്ള സാധാരണ വാക്കുകളിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അതിന് ദിവ്യശക്തിയുണ്ട്. അങ്ങനെയൊരു ഹൃദയത്തെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് യേശു നഥാനിയേലിനോട് പറഞ്ഞത്, ഇതിനേക്കാൾ സ്നേഹമുള്ളവരെ,
യേശു നൽകിയ ഈ വാഗ്ദാനം പഴയ നിയമത്തിലെ യാക്കോബിന്റെ സ്വപ്നത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബെഥേലിൽ യാക്കോബ് കണ്ടത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നീളുന്ന ഒരു കോവണിയാണ്. അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. അത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ദിവ്യബന്ധത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ യേശു വ്യക്തമാക്കുന്നു, ഇപ്പോൾ ആ കോവണി താനാണ്. മനുഷ്യപുത്രന്റെ മേൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. അതായത്, യേശുവിലാണ് സ്വർഗവും ഭൂമിയും യഥാർത്ഥത്തിൽ ബന്ധിക്കപ്പെടുന്നത്. അവൻ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ദൂതന്മാരുടെ ഈ നിരന്തര ഗതാഗതം നമ്മുടെ ജീവിതത്തെയും സ്പർശിക്കുന്നു. അവർ കയറിപ്പോകുന്നത് നമ്മുടെ പ്രാർത്ഥനകളെയും കണ്ണുനീർക്കണങ്ങളെയും ദൈവപിതാവിന്റെ പലപ്പോഴും ദൈവം ഒരു മനുഷ്യനെ തന്നെയാണ് ദൂതനായി അയക്കുന്നത്. നമ്മുടെ ഇരുട്ടായ സമയങ്ങളിൽ ഒരു നല്ല വാക്കോ, ചെറിയൊരു സഹായമോ, ശരിയായ ഉപദേശമോ നൽകാൻ. ചിലപ്പോൾ ഒരു പുസ്തകത്തിലെ ഒരു വരി, ഒരു പ്രസംഗത്തിലെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഹൃദയത്തിൽ തെളിയുന്ന ചെറിയൊരു പ്രചോദനം തന്നെയാണ് ദൈവദൂതന്റെ സന്ദേശം. നമ്മെ പ്രലോഭനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ സ്വർഗീയ ഇടപെടൽ എല്ലായ്പ്പോഴും സജീവമാണ്. ദാനിയേൽ പ്രവാചകൻ ദൂരെ നിന്ന് കണ്ട മഹത്വപൂർണമായ മനുഷ്യപുത്രനും സിംഹാസനത്തിൻ ചുറ്റും സേവിക്കുന്ന ദൂതന്മാരും ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ കണ്ണുകൾക്കു മുമ്പിൽ വെളിപ്പെടുന്നു. ആ മനുഷ്യപുത്രൻ തന്നെയാണ് നഥാനിയേൽ. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ വെല്ലുവിളികളും ഏകാന്തതയും നമ്മെ പിടിച്ചുലയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായും ഓർക്കണം: നാം ഒരിക്കലും തനിച്ചല്ല. സ്വർഗം ഇപ്പോഴും തുറന്നിരിക്കുന്നു. ദൈവദൂതന്മാർ നമ്മുടെ ജീവിതത്തിനായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ മിഖായേൽ നമ്മെ തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിന്റെ സന്തോഷവാർത്തകൾ ഹൃദയത്തിലെത്തിക്കുന്നു. വിശുദ്ധ റപ്പായേൽ ആത്മീയവും ശാരീരികവുമായ മുറിവുകൾ സുഖപ്പെടുത്തുന്നു. ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം: പ്രധാന ദൂതന്മാരെ, എന്റെ പോരാട്ടങ്ങളിലും ആവശ്യങ്ങളിലും എനിക്കൊപ്പം നിന്നു തരണം. അതിനൊപ്പം നെഥാനിയേലിനെപ്പോലെ കപടതയില്ലാത്ത ഹൃദയം കൈവരിക്കാനും ശ്രമിക്കാം. കാരണം ദൈവം. അതിനാൽ ഈ ആഴ്ച ഒരു തീരുമാനമെടുക്കാം: ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് അയക്കുന്ന ദൂതന്മാരെ തിരിച്ചറിയാനും അവരെ നന്ദിയോടെ സ്വീകരിക്കാനും. ഒരുപാട് സമയത്ത് അതൊരു സുഹൃത്തിന്റെ പ്രോത്സാഹന വാക്കായിരിക്കും, കുടുംബാംഗത്തിന്റെ സഹായമായിരിക്കും, അല്ലെങ്കിൽ ശരിയായ ഉപദേശം തരുന്ന ഒരാളായിരിക്കും. അതുപോലെ തന്നെ നാം മറ്റുള്ളവർക്ക് ദൈവദൂതന്മാരായിത്തീരാൻ ശ്രമിക്കാം. ഒരു ആശ്വാസവാക്കിലൂടെ, ചെറിയൊരു സഹായത്തിലൂടെ, കരുതലിന്റെ ഒരു കൈത്താങ്ങിലൂടെ. ഇപ്പോൾ നമുക്കെല്ലാവരും കണ്ണുകളടച്ച് ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്കുയർത്താം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥ, ഇന്നു നൽകിയ ഈ അനുഗ്രഹീതമായ ദിനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ മിഖായേൽ